നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ലൈഫ് വളരെ ഈസി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഇല്ലാത്ത പ്രശ്നങ്ങൾ തനിയെ കണ്ടുപിടിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡ്രാമ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങളോട് പറയുകയാണ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആൻഡ് ഈ ഒരു ഫിനോമിനന് ഒരു പേരുണ്ട്. അതാണ് ദ ബ്ലൂ ഡോട്ട് എഫക്റ്റ്. അതായത് സയൻറ്റിസ്റ്റുകൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അവർ ആൾക്കാരെ നൂറുകണക്കിന് കളേർഡ് ഡോട്ട്സ് കാണിച്ചിട്ട് അതിൽ നിന്ന് നീല ഡോട്ട്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ടിരിക്കെ അവരാരും അറിയാതെ ബ്ലൂ ഡോട്ട്സിൻ്റെ എണ്ണം അങ്ങ് കുറച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആൾക്കാർ പർപ്പിൾ ഡോട്ട്സ് ഒക്കെ ബ്ലൂ ഡോട്ട്സ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അവരുടെ തലച്ചോറിന് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തന്നെ നിങ്ങളോട് പറയും എനിക്ക് കാം ആൻഡ് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വേണം സോൾവ് ചെയ്യാൻ. സോ അതുകൊണ്ടാണ് ബ്ലൂ ഡോട്ട്സിനെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇല്ലാത്ത ബ്ലൂ ഡോട്ട്സ് നമ്മൾ തന്നെ ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇതിലെ സ്കെയർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കളേഴ്സിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ ബ്രെയിൻ ആ ബ്ലൂ ഡോട്ട് എഫക്റ്റ് എല്ലാത്തിനും മേലും അപ്ലൈ ചെയ്യും. നിങ്ങളൊരു കാര്യം എക്സ്പെക്ട് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ആ എക്സ്പെക്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കും. അത് ഡേഞ്ചർ ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഈവൻ സന്തോഷവും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളെ ഉള്ളെങ്കിൽ നിങ്ങൾ തന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും. സോ ഇത് നമ്മളൊരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നോക്കിയാലും നമ്മളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറിനെ നോട്ടീസ് ചെയ്യുന്നത് ഒരു ഡേഞ്ചറിനെ നോട്ടീസ് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിയും സർവൈവലിനെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ എന്തെങ്കിലും തെറ്റോ ഡേഞ്ചറിനെയോ കണ്ടുപിടിക്കാൻ അഡിക്റ്റഡ് ആണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ മനസ്സ് ഇല്ലാത്ത ബ്ലൂ ഡോട്ട് ഉണ്ടാക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ആ ഒരു ഡേഞ്ചർ ശരിക്കുള്ളതാണോ അതോ നിങ്ങളുടെ തലച്ചോറ് ഇല്ലാത്ത ഡേഞ്ചർ ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നതാണോ എന്ന്?